നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പറപ്പൂക്കര കിഴക്കുമുറി ഭാഗത്താണ്. ഈ പ്രദേശത്തെല്ലാം തന്നെ 16-ാം തീയതി ഏകദേശം ഉച്ചയോട് കൂടിയിട്ടാണ് വെള്ളം ക്രമാതീതമായി കയറാൻ തുടങ്ങിയത്. ഈ കാറെല്ലാം വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ വീട്ടിലെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ വീട്ടുകാരോട് തന്നെ ചോദിച്ച് അറിയാം. ചേട്ടാ, വലിയൊരു അവസ്ഥ അല്ലേ? അതെ അതെ, പിന്നെ ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. എത്രത്തോളം ഹൈറ്റിലൂടെ വെള്ളം കയറിയിരുന്നു അകത്തൊക്കെ? ഇവിടെ അകത്ത് അരക്കൊപ്പം വെള്ളം ഉണ്ടായിരുന്നു. മുറ്റത്തേക്ക് ഇറങ്ങിയാൽ കഴുത്തിന് വീതെ ചങ്ങാടത്തിലാണ് ഞങ്ങളൊക്കെ റോട്ടിലേക്ക് ഇറങ്ങിയത്. മുകളിലാണ് താമസിച്ചിരുന്നത്. ക്യാമ്പിലൊക്കെ വന്ന് ബോട്ടുകാരൊക്കെ വന്ന് വിളിച്ചു, പോയില്ല. 4 പശുക്കളും ഉണ്ട്, ഞങ്ങൾ 4 പേരും ഉണ്ട്. വീടിൻ്റെ മുകളിൽ താമസിച്ചത്. അകത്തുള്ള എല്ലാ ഉപകരണങ്ങളും സകലതും പോയി, എല്ലാം നഷ്ടപ്പെട്ടു. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ, TV, കമ്പ്യൂട്ടർ, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, മിക്സി, ഗ്രൈൻഡർ തുടങ്ങി ഉടുതുണി വരെ സകലതും പോയി. ഇത്തരത്തിൽ തന്നെയാണ് ഈ പ്രദേശത്ത് ഒട്ടുമിക്ക എല്ലാ ഭാഗങ്ങളിലും തന്നെ ഇതേ അവസ്ഥ തന്നെയാണുള്ളത്. മിക്ക വീടിൻ്റെ അകത്ത് നമുക്ക് കണ്ടാലറിയാം. ഇപ്പോൾ ഈ ഭാഗത്ത് വെള്ളക്കെട്ട് പൂർണ്ണമായി കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ പലരും ക്യാമ്പിൽ നിന്ന് വീടുകളിലേക്ക് എത്തി. ഇപ്പോൾ മിക്ക വീടുകളിലും ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഈ വീട്ടിലും നല്ല രീതിയിൽ തന്നെ വെള്ളം കയറിയിരുന്നു. ഒട്ടുമിക്ക എല്ലാം തന്നെ നശിച്ചൊരവസ്ഥയെ നമുക്ക് ആ ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം. എന്തായിരുന്നു ഇവിടെ? ഭയാനകമായ അന്തരീക്ഷമായിരുന്നു. ഞങ്ങളിങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരുന്നു. പിന്നെ ഇവിടെ വെള്ളം കയറിയപ്പോൾ മുകളിലൊരു റൂമുണ്ട്, അപ്സ്റ്റെയർ ഉണ്ട്, അവിടെ കയറിയപ്പോഴേക്കും വെള്ളം ഈ ലെവലെത്തി. അപ്പോൾ രാത്രിയായി, കറണ്ടില്ല. രക്ഷാപ്രവർത്തകരൊക്കെ വഞ്ചിയൊക്കെ കൊണ്ടു. അപ്പോൾ ഞങ്ങൾ ബലമായി അവർ ഞങ്ങളെ കൊണ്ടുപോയത്. എന്നിട്ട് സ്കൂളിൻ്റെ അടുത്തുള്ള നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ അഭയം നേടുണ്ടായി. ഞാനും എൻ്റെ അനിയൻ്റെ വീട് അപ്പുറത്തുണ്ടായിരുന്നു. അവിടെ ചേട്ടൻ്റെ ഓർമ്മ വെച്ചിട്ടാണെങ്കിൽ ഇത്ര കാലത്തിനോടൊക്കെ എൻ്റെ ഓർമ്മ, എൻ്റെ അച്ഛൻ്റെ ഓർമ്മയിലില്ല എന്ന് പറഞ്ഞു. അച്ഛനിപ്പോൾ 90 വയസ്സായി. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ റോഡിലൊക്കെ ചെറുതായിട്ട് വെള്ളം വന്ന ചെറിയ ഓർമ്മയൊക്കെ ഉണ്ട്, പാടത്തൊക്കെ. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നു. വീട്ടിൽ ഇത്ര ഹൈറ്റിലുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ച് കാര്യമായ നാശനഷ്ടമില്ല. കാരണം നമ്മളത് മുൻകൂട്ടി കണ്ട് സാധനങ്ങളൊക്കെ മുകളിലേക്ക് ഒരു കയറ്റി. പിന്നെ ഈ സെറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നശിച്ചു പോയി മാത്രം. വേറെ രസമല്ല. മറ്റുള്ള കാറും സ്കൂട്ടറും ഏകദേശം പോയ പോലെ. ഇനിയിപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത്തരത്തിൽ തന്നെയാണ് ഈ വീട്ടിലുള്ള മിക്ക ആളുകൾ. ഇപ്പോൾ ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എല്ലാവരും ഒരു നാട് ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ അതെ അതെ, എല്ലാവരും വീട് ഇതുമാതിരി തന്നെ കിടക്കുന്നത്. നമുക്കൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മുടെ വീട് കല്ലൂരാണ്, നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഭാഗത്തേക്ക് കിടക്കുമ്പോഴാണ് ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങളായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ സഹായിച്ചു കൊടുക്കുക എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങളുടെ 99% ഉള്ളത്. ഇങ്ങനെ ഒരു വെള്ളം വരുന്നത് കാരണന്മാരുടെ കാലത്തുണ്ടായിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു വെള്ളം വരുന്നതെന്നാണ് ഈ പൂർവികർ വരെ പറയുന്നത്. അപ്പോൾ കേരളം ഒരു പുനർജന്മം ഉണ്ടാവുന്നതാണോ എന്താണെന്നറിയില്ല. എൻ്റെ വീട് ഓടിട്ട വീടായിരുന്നു. ഫുള്ളായിട്ട് തകർന്നു വീണ് ആകെ തമ്പനായി. ഞാനും എൻ്റെ അനുജനും പിന്നെ 2 ചെറിയ കുട്ടികളും ഭാര്യയും അമ്മച്ചിയും കൂടിയാണ് താമസിക്കുന്നത്. ആകെ ഒരു തുണി പോലും എടുക്കാൻ പറ്റില്ല. ഭയങ്കര ഒഴുക്ക്, ഭയങ്കര ഒരു ദശയിൽ നിന്ന് ഇങ്ങോട്ട് ഒഴുകി, പിന്നെ രണ്ടാമത്തെ ദശയിൽ നിന്ന് ഇങ്ങോട്ട് ഒഴുകി. വീട്ടിൽ ഒന്നുമില്ല, ഒരു സാധനം എടുക്കാനും പറ്റിയിട്ടില്ല. ആകെ വീട് ഇടിഞ്ഞ് പിടിഞ്ഞ് വീണ് കിടക്കാണ്. ഒരു തുണി പോലും എടുക്കാൻ കിട്ടിയിട്ടില്ല. ഇവിടുന്ന് ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം ഈ ഡ്രസ്സും കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും ഇപ്പോഴും ആ പ്രദേശത്ത് വെള്ളം ഇറങ്ങിയിട്ടില്ല. വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കണുള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കടക്കാനോ പിടിക്കാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയിൽ ഒന്നുമില്ല. ഒരു കയറി ഒരു കസേര പോലും ഇന്ന് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഒരു തുണി പോലും അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇവിടുന്ന് കിട്ടുന്ന ഭക്ഷണം, ഇവിടുന്ന് കിട്ടുന്ന ഡ്രസ്സും കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കഴിഞ്ഞുകൂടി പോകുന്നത്. ഈ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും ഗവൺമെൻറ് എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ കിട്ടാനായിട്ട് ഞങ്ങൾ വലിയധികം അപേക്ഷിക്കാൻ, കാൽ പിടിച്ച് അപേക്ഷിക്കുകയാണ് ഞങ്ങൾ. ജലപ്രളയം കേരളം പ്രതീക്ഷിക്കാത്ത വലിയൊരു ദുരന്തമാണ് നമുക്കെല്ലാവർക്കും എത്തിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ഈ പറപ്പൂക്കര തുട്ടിപ്പാട് പഞ്ചായത്തിൽ പെട്ടിട്ടുള്ള ഏകദേശം ഒരു 2800ഓളം പേര് താമസിക്കുന്ന ഒരു ക്യാമ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 16-ാം തീയതി മുതലാണ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം വീട്ടുകാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു.
നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഇതുവരെ നമുക്കങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഭക്ഷണ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സന്നദ്ധ സംഘടനയുടെ ഭാഗത്തുനിന്നൊക്കെ ഭക്ഷണ സാധനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ നമ്മളിവിടെ 2 മെഡിക്കൽ ക്യാമ്പുകൾ വെക്കാൻ ഡോക്ടേഴ്സൊക്കെ വരികയുണ്ടായി. അതൊക്കെ അതുകൊണ്ട് ഹെൽത്ത് പ്രോബ്ലം ഇതുവരെയും വന്ന് തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇനിയുള്ള കാര്യങ്ങളിലും കൂടെ ഞങ്ങൾക്കൊരു ആശങ്കയുണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി. വീടുകളിൽ ചെല്ലുമ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യരുടെ വീടുകളൊന്നും അവിടെ കാണുന്നില്ല. വീടുകളുള്ളവർക്ക് തന്നെയാണേലും വീടിൻ്റെ അകത്ത് കയറാൻ പേടി. ഇനി അത് കഴുകി വൃത്തിയാക്കിയാൽ തന്നെയും താമസിക്കാനുള്ള സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, ഇതൊക്കെയാണ് ഇനിയത്തെ നമ്മുടെ ഒരു ശ്രദ്ധയുണ്ടാകേണ്ട മേഖല. ചുരുക്കി പറഞ്ഞാൽ ഒരു പുനരധിവാസ കാര്യവുമായി ബന്ധപ്പെട്ടാണ് നമുക്കിനി ശ്രദ്ധിക്കാനുള്ളത്. ഈ ക്യാമ്പ് എല്ലാവരുടെയും സഹകരണത്തോടുകൂടെ വളരെ ഭംഗിയായിട്ട് തന്നെ എന്ന് പറയുമ്പോൾ ഉള്ളിൽ ആശങ്കകളും പേടികളും ഉണ്ടെങ്കിലും ജീവപായം ഒന്നുമില്ലാത്ത രീതിയിൽ തന്നെ ഇതിവിടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഇത് പറപ്പുകര ഫൊറോന പള്ളിയുടെ സെയിൻറ്റ് ജോൺസ് പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന ഒരു CBSE സ്കൂളാണ്. ഇത് മുഴുവനും നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരൊറ്റ സ്ഥലം മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. കാരണം താഴെയുള്ള ഒരു LP സ്കൂളും മറ്റൊരു ഹൈസ്കൂളും നമുക്കുണ്ടായിരുന്നു. അതും നമ്മൾ തുറന്നു കൊടുത്തിരുന്നു. പക്ഷേ 17-ാം തീയതി ആയപ്പോഴത്തേനും അവിടെയും വെള്ളം നിറഞ്ഞ് എല്ലാവരും കൂടെ ഇങ്ങോട്ട് വരികയായിരുന്നു. അതുകൊണ്ട് വലിയൊരു സംഖ്യ ആൾക്കാരാണ് ഇവിടെ ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ കുറച്ച് പേര് വീടുകളിലേക്ക് പോയി അവിടെയൊക്കെ ക്ലീനിങ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അവരൊക്കെ ഭക്ഷണത്തിന് വേണ്ടി മരുന്നിന് വേണ്ടി ഇങ്ങോട്ടൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വീടുകളിൽ പോയാലും ഈ ഒരു സഹായം സന്നദ്ധ സംഘടനയുടെ, ഗവൺമെൻറ്റിൻ്റെ, വോളണ്ടറി ഗ്രൂപ്പുകാരുടെ ഇനിയും നമുക്ക് ഈ പഞ്ചായത്തിലേക്കും ഈ നാട്ടിലേക്കും ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എൻ്റെ അമ്മയാണിത്. എനിക്ക് അന്നയെന്ന് പറയാൻ ആരില്ലാത്തവനാണ്. സുഹൃത്തുക്കളും മാത്രമല്ലോ. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പേടിയായിട്ട് വീട് വൺ സൈഡ് ചെരിഞ്ഞ് ചിന്നി സ്ക്രാച്ചായിട്ടിരിക്കണം. വീടിൻ്റെ അകത്തുനിന്നൊന്നും ഒരു സാധനം പോലെ പുറത്തേക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് 2 കൊച്ചു പിള്ളേരാണ്. രണ്ട് ആൺകുട്ടികൾ. ഒരു ഗവൺമെൻറ് സ്കൂളിൽ LKG, ഒരാൾ 3ൽ പഠിക്കണം. വേറെ വൈഫ് ഹൗസ് ഭാര്യ വീട്ടിൽ പോയി കിടക്കാം. ഭാര്യ വീട്ടിൽ അതിനുള്ള സജ്ജീകരണം ഇല്ല. നമുക്ക് ഇവിടെ നിന്ന് പോയാൽ എവിടേക്കാണെന്ന് വരെ അറിയില്ല. വീട് വീണിട്ടില്ല. പക്ഷേ വീടിൻ്റെ ഉള്ളിൽ ഇന്ന് 6-ാം ദിവസം ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഒരു സാധനം നമുക്ക് ഉപയോഗിക്കാവുന്നതായിട്ടൊന്നുമില്ല. എല്ലാവിധ പേപ്പർ വർക്കുകളും ആധാരങ്ങളും എല്ലാ പേപ്പർ സംബന്ധമായിട്ടുള്ള എല്ലാ രേഖകളും, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മോട്ടർ, എല്ലാവിധ സാധനങ്ങളും, മതിൽ, വീട്, മറ്റുള്ള കാര്യങ്ങൾ, വീട് അങ്ങനെയുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇന്ന് 6-ാമത്തെ ദിവസം ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാം കണ്ടപ്പോൾ ഹൃദയം പൊട്ടുന്ന മാതിരിയാണ് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എല്ലാം LKGന്ന് തുടങ്ങാമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സാധ്യമാവുമെന്ന് തോന്നുന്നില്ല. അത്രയും വിഷമഘട്ടത്തിലാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ സേഫ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഇവിടെ തന്നെയാണ്. ഇവിടെ ഈ 10,000-3000 പേര് ഇതിന് വേണ്ടിയിട്ട് അവർക്ക് ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ഇവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യലായിരുന്നു. ഇത്രയും ദിവസങ്ങളായിട്ട് ആണ് പറയാനുള്ളത്. ഇവിടെ പെട്ടെന്ന് രാവിലെ 5 മണി മുതൽ വെള്ളം തരാം. അതിക്ക് മുന്നേ നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ മറ്റേതെങ്കിലും ഒരു മിഷനറി ഭാഗത്തു നിന്നിട്ടോ യാതൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വെള്ളം കയറിയ വെള്ളം വരുന്നു എന്ന് പറയുമ്പോഴേക്കും വെള്ളമായി. നമ്മുടെ ഒരുപാട് സാധനങ്ങൾ പെട്ടെന്ന് വെള്ളത്തിനടിയിലിട്ടിട്ട് നമ്മുടെ ജീവൻ കൊണ്ടുകൂടി ഇതുണ്ട്. കുറേ മാടുകളും വീടുകളും മറ്റ് ജീവജാലങ്ങളൊക്കെ കുറേ നശിച്ചു മരിച്ചൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ 3 നാൾ വരെ ക്യാമ്പിലേക്ക് ഒരാളും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ചുറ്റും വെള്ളമായിട്ട്. അതിന് ഇവിടുത്തെ ജനങ്ങൾ കുറച്ച് പേര് കൂടി സഹകരിച്ചുകൊണ്ട് ആ 3 ദിവസം ക്യാമ്പ് ഇനി ഭക്ഷണം, കാരണം ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം കൊടുക്കാനേ പറ്റിയിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം മറ്റ് പല ഏജൻസികളും വന്ന് നമ്മളെ സഹായിക്കലും മറ്റ് കൂടുതൽ ആൾക്കാർ ഇവിടെ വരികയും സഹകരണങ്ങൾ കൊണ്ട് ക്യാമ്പ് ഇങ്ങനെ നടന്നു പോകണം. യാതൊരു പ്രശ്നങ്ങളില്ലാതെ ക്യാമ്പ് നടന്നുകൊണ്ട്. അപ്പോൾ ഇനി തുടർന്നുള്ള സമയങ്ങൾ ഒരുപാട് നശിച്ചു പോയവർ, പാവങ്ങളായ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ട സാമ്പത്തികവും മറ്റ് സഹായങ്ങളും ഇതേ മിഷനറി പോലുള്ള സംഘടനകളൂടെ ചെയ്തു കൊടുക്കാൻ വേണ്ടി മാത്രമേ ഞാൻ അഭ്യർത്ഥിക്കുന്നുള്ളൂ. ചെയ്ത് എൻ്റെ പേര് അൻഡു. എലിഞ്ഞിക്കിൽ നിന്ന് ഇവിടെ ഗ്രൗണ്ടിൻ്റെ അടുത്താണ് വീട് മെയിൻ മാർക്ക് വരെ ഉയരത്തിലും മുങ്ങിപ്പോയി. എല്ലാ സാധനങ്ങളും നശിച്ചു പോയി. ഇനി ഈ ഒരു തുണി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.
വരുമ്പോഴേക്കും എൻ്റെ കുളി കഴിയുമ്പോഴേക്കും വെള്ളം ഇറക്കി വന്നു. അപ്പോൾ കുറേ സാധനങ്ങൾ മാറ്റാൻ പെട്ടെന്നായില്ലേ, ഒന്നും മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഒരു അനിയൻ്റെ മോൻ വന്നിട്ട് പറഞ്ഞു വെല്ലിച്ചന് ജീവന വേണ്ട സാധനമാണത്. അപ്പോൾ പിന്നെ വേഗം അവൻ പിടിച്ച് വെല്ലിച്ചനെ കൊണ്ട് കരക്കിരിക്കാക്കി. അങ്ങനത്തെ പിന്നെ ഞാൻ ഇത്രയ്ക്ക് വെള്ളത്തിൽ കൂടെ നീന്തി പോയി. അതിൽ പിന്നെ ഒന്നും പോകാൻ പിന്നെ ഒരു ദിവസം പോയെങ്കിലും ഒന്നും എടുക്കാൻ പറ്റില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. ഒരു കാർഡ് കിട്ടി, ഇവിടെ റേഷൻ കാർഡ് ആദ്യം എടുത്തിടുക, കാരണം ആ റേഷൻ കാർഡ് കിട്ടി, ഒരു ആധാർ കിട്ടി, എൻ്റെ ആധാർ കാണാനില്ല, അങ്ങനത്തെ അവസ്ഥയായി. അപ്പോൾ വീട്ടിലും ചെന്നപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടില്ല, കയറി നോക്കാൻ ധൈര്യമില്ല. പെരയാണെങ്കിൽ മണ്ണ് വരാന്ന് പറഞ്ഞാൽ വീഴുമോ എന്നുള്ള സംശയം കൊണ്ട് അകത്തേക്കൊന്നും കയറിയില്ല. ആ നിലയ്ക്കാണ് ഞങ്ങൾക്കിപ്പോൾ തൽക്കാലം പോകാനും പറ്റുമെന്ന് തോന്നില്ല. ഒരാളൊരു സഹായത്തിന് ഞങ്ങൾ പോയാൽ ഞങ്ങൾ ജീവിക്കാൻ മാർക്കില്ല, എങ്ങും പോവാൻ ഞങ്ങൾ ആധാരായി വലിയതായി ഞങ്ങളുടെ അവസ്ഥ ആകെ നാശമായി. എല്ലാ സാധനങ്ങളും ടി വി ഫ്രിഡ്ജ് എല്ലാം ഒക്കെ പോയി. ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും പോയി. ഞങ്ങൾ ഇതേവരെ വീട്ടിലേക്ക് പോയിട്ടില്ല. ഇനി 2-3 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. സർവ്വതും പോയി കിട്ടി. കാണുന്നതൊന്നും ഇമ്പമല്ല, കേൾക്കുന്നതൊന്നും ഇമ്പമല്ല. ഓരോ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നെഞ്ച് തകർന്നുകൊണ്ട് പറയുന്ന ഒരേ കാര്യമുണ്ട്: ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാ രേഖകളും നഷ്ടപ്പെട്ടു. വീടാണെങ്കിൽ അങ്ങനെ അവിടെ പണ്ടൊരു വീടുണ്ടായിരുന്നു എന്ന് പോലും ഇനിയിപ്പോൾ ചെല്ലുമ്പോൾ കാണാൻ പോലും സാധിക്കില്ല. അത്രമാത്രം തകർന്നു പോയ വീടുകൾ. നിലവിളിക്കുകയാണ് കേരളം. ഇനി അതിജീവിക്കണം. ആ അതിജീവനത്തിന് നിൽക്കേണ്ടത്, കൈത്താങ്ങായി നിൽക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഈ ഒരു അധ്യായം ഇവിടെ പൂർത്തിയാവുന്നില്ല. തുടർ കാഴ്ചകൾ നാളെ ഇതേ സമയം ഇതേ നേരം വീണ്ടും കണ്ടുമുട്ടാം. ഊട്ടുള്ളി ഗ്രൂപ്പ് ഓഫ് കമ്പനി ആൻഡ് ഓഷ്യൻ പൈപ്പ്സ് മാറ്റിലിയിലേക്ക് നിങ്ങൾ നൽകുന്ന ഓരോ പ്രോത്സാഹനത്തിനും ഒത്തിരി നന്ദിയോടുകൂടി പറയുന്നതോടൊപ്പം തന്നെ ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം, ഞങ്ങളുണ്ട് നിങ്ങളെ സഹായിക്കുവാൻ. നന്ദി, നമസ്കാരം.